ഹായ് ഗൈസ്, ഞാൻ സുഖം വിചാരിക്കുന്നു. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു വിവരമാണ് തോന്നുന്നു. അല്ലേ? കേൾക്കാമല്ലോ? ഓക്കെ, കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഡേ 1 ആണ്. CA ഇന്റർമീഡിയറ്റ് സെറ്റിൽമെന്റ് 2024 ഗ്രൂപ്പ് 2. ഓക്കെ, അപ്പൊ നമ്മള് ഗ്രൂപ്പ് 2ന്റെ അകത്ത് ഡേ 1 നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡേ 1 ഇത് നമ്മുടെ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു പ്ലാൻ, നമ്മുടെ പ്ലാനാണ്. ഓക്കെ, പ്ലാൻ ആകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ, ക്ലാസ് നിങ്ങൾ കേൾക്കാം, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇതും കൂടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, പ്ലാൻ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡേ 1 ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസമൊക്കെ ഡേ 1 ആണ്. നമ്മൾ പറഞ്ഞ 20 ദിവസം കൊണ്ട് നമുക്ക് ഗ്രൂപ്പ് 2 ഒരു തവണ സെറ്റ് തീർക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കണം. നമുക്കൊരു ചാലഞ്ച് പോലെ നമുക്ക് നോക്കാം 20 ദിവസം കൊണ്ട്. അപ്പൊ ഡേ 1 നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 അവർ സ്റ്റഡി കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് ആണെങ്കിൽ 2 മണിക്കൂർ പഠിക്കുക. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റർ 1 ആൻഡ് മാർജിനൽ കോസ്റ്റിംഗിന്റെ അപ് ടു 7 ടോപ്പിക് ഉണ്ടല്ലോ. നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗിന്റെ ടെസ്റ്റിന്റെ അകത്ത് തന്നെ എന്താ ആ ടോപ്പിക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇടുക. മാർജിനൽ കോസ്റ്റിംഗ് വരും ദിവസങ്ങളായിരിക്കും ഇടുക. നമ്മുടെ ഡേ 1ന്റെ പ്ലാൻ എന്താ ജസ്റ്റ് പറഞ്ഞു. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത്ര ടോപ്പിക്ക് എത്ര, ഇതൊരു ജസ്റ്റ് റിവിഷൻ ആണ്. എക്സാമിന് മുമ്പായിട്ട് കാണാന്, നിങ്ങൾക്ക് പഠിക്കുന്ന മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെയായിട്ട് ഈ വീഡിയോ എടുത്താൽ മതി, യൂസ് ചെയ്താൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ഇടുന്നത്. നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം കാണാമല്ലോ. ആ ഒരു ഡേ 2ന്റെ നമുക്ക് 4 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ കണ്ടിന്യൂസ് അങ്ങനെ കണ്ടുപോകാം. അതിനു വേണ്ടി അപ്പൊ നമ്മുടെ ഇത്രയും പഠിച്ചാൽ മതി. നമുക്ക് തുടക്കത്തിൽ തന്നെ പയ്യെ പയ്യെ പഠിച്ചു തുടങ്ങാം എന്നൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. നമുക്കറിയത്തില്ല, ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളുടെ കമ്മ്യൂണിറ്റി, ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി നമുക്ക് ചെയ്യാൻ, നമുക്ക് കമ്മ്യൂണിറ്റി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ ഇപ്പം ഡെയിലി വിടാൻ പറ്റുമോ എനിക്ക് ഉറപ്പില്ല, ഞാൻ കൺഫേം പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്റെ സ്റ്റഡീസ്, ഓക്കെ, രണ്ട് ഞാൻ പേഴ്സണലി കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട് ഓരോന്ന്. ഓക്കെ, ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ സർവീസുകൾ ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, CA ഫൗണ്ടേഷൻ, CMA ഫൗണ്ടേഷൻ. ഈ രണ്ട് ഞാൻ സെപ്പറേറ്റ് എടുക്കണം. ഞാൻ രണ്ടും കമ്പൈൻ ചെയ്തിട്ടല്ല എടുക്കുന്നത്. CA ഫൗണ്ടേഷൻ സെപ്പറേറ്റ് ക്ലാസ്, CAക്ക് ഫൗണ്ടേഷൻ വേറെ സെപ്പറേറ്റ് ക്ലാസ്, അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ക്ലാസ് ഉണ്ട്, നമ്മളെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും, നമ്മളെ ഫൗണ്ടേഷൻ പിള്ളേർക്ക് നമ്മൾ ഈ ചാനൽ വീഡിയോസ് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ CA ഇന്റർമീഡിയറ്റിന്റെ കംപ്ലീറ്റ് വീഡിയോ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് തീർക്കാൻ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ പറ്റുമോ അറിയത്തില്ല. എന്നിരുന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സെറ്റപ്പ് ആണെങ്കിൽ ഓക്കെ. ഇതൊരു ഐഡിയ ഇല്ല നിങ്ങൾക്ക്, നമുക്കൊരു ബിലോ ആവറേജ് നമുക്ക് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ 2 അവേഴ്സ് ഒക്കെ ഇട്ടത്. 2 അവർ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിംഗ് 2 അവർ. അടുത്തൊരു കാര്യം പറയാം, ഒരു 2 അവർ കൂടി നമുക്ക് എന്തിനു കൊടുക്കാം, SM കൊടുക്കാം. SM നിങ്ങൾ എന്ത് ചെയ്യാം, പൊടി പോലെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇത് ഞാൻ ലെങ്ത് പറഞ്ഞില്ല, കാരണം തിയറി പേപ്പറാണ്, ഓരോരുത്തരുടെ ഡെഫിനിഷൻ പഠിക്കാൻ ഓരോ രീതിയാണ്. അപ്പൊ മിനിമം 2 മണിക്കൂറെങ്കിലും പഠിക്കുക. അപ്പൊ ഒരു ദിവസം നിങ്ങൾ 4 മണിക്കൂറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഡേ 1 നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്തേക്കുന്നത് എത്ര മണിക്കൂറാ, 4 അവേഴ്സ് ആയിരിക്കും. ഓക്കെ, മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോലെ ഡേ 1ന്റെ അകത്ത് കോച്ചിങ് സെഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, കോസ്റ്റിംഗ് അപ്പം എന്തിനൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മളെ ഫുള്ള് ഞാൻ എഴുതിയത് ചിലപ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പാടായിരിക്കും. നിങ്ങൾ ക്ലാസ് വോയിസ് കേൾക്കുക, വീഡിയോസും ഇപ്പം നോക്കട്ടെ കേട്ടോ.
ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ ക്ലാസ് എടുത്തതിന്റെ പ്ലാനിന്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ കണ്ടോ? എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുക്കുവാണ്. നമുക്കിത് എഡിറ്റ് തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. നിങ്ങൾ പഠിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഏരിയ മനസ്സിലാവില്ല. നമുക്ക് ഡേ 1 പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ്യൂം ആണ് ഫസ്റ്റ് പഠിക്കുന്നത്, പിന്നെ SMO ആണ് കൂടെ പഠിക്കുന്നത്. 2 മണിക്കൂർ കോസ്റ്റ്യൂം പഠിക്കുക, പിന്നെ SM പഠിക്കുക 2 മണിക്കൂർ. SM നമ്മൾ ടോപ്പിക് ആണ്, കാരണം 5 ചാപ്റ്റർ ഉള്ളൂ, നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ. അതിൽ 7ാമത്തെ ടോപ്പിക് വരെ എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് 14ാമത്തെ പേജ് വരെയാണോ, എനിക്ക് കൃത്യം ഓർമ്മയില്ല, അങ്ങനെ എന്തോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് പഠിത്തത്തിൽ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. സ്റ്റഡി നമ്മളെ ടീച്ചിങ് നോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 1 ആയിരിക്കും, കോസ്റ്റ് ആയിരിക്കും. SM നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യില്ല, കാരണം തിയറി പേപ്പറാണ്, നിങ്ങൾ തന്നെ സെൽഫ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. കോച്ചിങ്ങിന്റെ റിവിഷൻ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും, കോച്ചിങ് ആൻഡ് FM പ്രാക്ടിക്കൽ പേപ്പറായിരിക്കും നമ്മൾ കൂടുതൽ ഇടുന്നത്. പിന്നെ ഓഡിറ്റിംഗ് ശ്രമിക്കട്ടെ നോക്കാൻ പറ്റുവാണ്. SM കിട്ടിയ ഇപ്പൊ നമുക്ക് എന്തായാലും പഠിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. തിയറി പേപ്പർ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര മടിയുള്ള വിഷയം, എനിക്ക് ഉറക്കം വരും ഒരു വിഷയം മനസ്സിലായതുകൊണ്ട്. തിയറി എനിക്ക് പൊതുവെ ഇഷ്ടമല്ല മക്കൾ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കോസ്റ്റിംഗ് പഠിക്കും. കോസ്റ്റിംഗ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താ മക്കളെ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പം ഡേ 1 അതിന്റെ അകത്ത് നമ്മൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അക്കൗണ്ട്സിനാണെങ്കിൽ അക്കൗണ്ടിങ് വായിച്ചു കൊടുത്തോളാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് producing a product or rendering a service. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയോ ഉണ്ടാവുന്ന മൊത്തത്തിലുള്ള ചെലവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യിക്കോ. എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് the all expenditure incurred for producing a product or rendering of service. ഇതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് അതിങ്ങനെ എഴുതി വരുമ്പോൾ താമസം വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും എടുത്ത് തരാതെ ടെസ്റ്റ് വെച്ച് നമുക്ക് പറഞ്ഞു പോയെങ്കിലും ഞാൻ തന്നേക്കുന്ന നോട്ട് ടെസ്റ്റിലെ പോയിന്റ്സ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് പറയാത്തത്. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന മൊത്തം ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് പഠിച്ചാൽ എന്താണ്? നമ്മൾ കോസ്റ്റിംഗുകാരല്ല, കോസ്റ്റ് നോക്കുന്നുണ്ട് അല്ലെ? അപ്പൊ കോസ്റ്റിംഗ് എന്താണ്? കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഉണ്ടല്ലോ, അത് അസെർട്ടൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സോ അല്ലെ ടെക്നിക്കിനോ പറയുന്നതാണ് എന്ത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ എ ടെക്നിക് ഫോർ അസെർട്ടൈൻ എ കോസ്റ്റ് അല്ലെ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് അസെർട്ടൈൻമെന്റ് ഓഫ് എന്താണ്? കോസ്റ്റ് ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെടുത്തോ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് അസെർട്ടൈനിങ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് അസെർട്ടൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രോസസ്സിനോ ടെക്നിക്കിനോ പറയുന്നതാണ് കോസ്റ്റിംഗ് എന്ന്. ഓക്കെ, ഞാൻ ടെസ്റ്റ് വെച്ച് പഠിപ്പിക്കാം. ടെസ്റ്റ് ഫുള്ള് വായിച്ചു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ടെസ്റ്റ് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് വെച്ച് പഠിപ്പിക്കാൻ വിഷയമില്ല. ഓക്കെ, നിങ്ങൾ താഴെ കമന്റ് ഒന്നും ഇട്ടത്, കാരണം അധികം പേരും ടെസ്റ്റ് ആയിരിക്കും നോട്ടായിരിക്കും നോക്കാൻ, റിവിഷൻ ഒക്കെ ആകും കേട്ടോ. അപ്പൊ അടുത്ത കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഉള്ള ഡിഫറൻസ് ആണ് നോക്കണം. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഗ്രാഫ് പോലെ ഒരു ഫിഗർ പടം പോലെ വരയ്ക്കാം. എന്താണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അല്ല സോറി കോസ്റ്റ് അക്കൗണ്ടിങ് ആദ്യം എഴുതാം. കോസ്റ്റ് അക്കൗണ്ടിങ് പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് അല്ലെ? ഇത് തമ്മിലുള്ള ഡിഫറൻസ്
കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോസ്റ്റ് അസൈൻ ചെയ്യുക അല്ലെ? അപ്പൊ അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. അസൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ? അസിസ്റ്റ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുക, ഓക്കെ, സഹായിക്കുക. എന്തിനൊക്കെ നമുക്ക് മാനേജ്മെന്റിനെ സഹായിക്കാൻ പറ്റുന്നത്? അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കത്തില്ലേ? ഡിസിഷൻ മേക്കിംഗ്. പിന്നെ നമുക്ക് അവർ പ്ലാനിങ്, നല്ല പ്ലാനിങ് ചെയ്യാൻ നമുക്ക് സഹായിക്കാം. പിന്നെ എന്ത് ചെയ്യാം? കൺട്രോള്, ഓക്കെ, കൺട്രോളിൽ സഹായിക്കാം. ഈ ഡിസിഷൻ മേക്കിംഗ് നമ്മളെ സഹായിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ റിലേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് യൂസ് ചെയ്യുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മാനേജർ അല്ലെ? മാനേജർ കോസ്റ്റിംഗ്. ഓക്കെ, മാനേജർ കോസ്റ്റിംഗ് ആണ് എന്താ നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ. അപ്പൊ പ്ലാനിങ്ങോ? പ്ലാനിങ് നമ്മൾ യൂസ് ചെയ്യാം. ബഡ്ജറ്റിംഗ് എന്ന് ചാപ്റ്റർ പഠിക്കും, പ്ലാനിങ് പഠിക്കും. കൺട്രോളോ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോളിനെ കുറിച്ച് പഠിക്കും. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് അസസ്മെന്റ് ഓഫ് കോസ്റ്റ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡിംഗ് ഓഫ് ദ കോസ്റ്റ്, റെക്കോർഡിംഗ് ഓഫ് ദ കോസ്റ്റ് ഇൻ ദ ബുക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് അതർ കോസ്റ്റ് റിലേറ്റഡ് റിപ്പോർട്ട്. ഇതിനെയാണ് നമ്മൾ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം മക്കളോട് ശ്രദ്ധിച്ചോ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അസസ്മെന്റ് ഓഫ് കോസ്റ്റ്, കോസ്റ്റിനെ അസറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുക ബുക്കിന്റെ അകത്ത്, അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് മെയിൻലി മൂന്നാണ്. മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിലാണ്? ഡിസിഷൻ മേക്കിങ്ങിന്, പ്ലാനിങ്ങിന്, കൺട്രോളിന്. അത് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ പഠിക്കുന്ന മാനേജർ അക്കൗണ്ടിങ്, പ്ലാനിങ്, ബഡ്ജറ്റിങ്, കൺട്രോള്, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് കേട്ടോ. മക്കളെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തില്ല, കാരണം അത് വരുമ്പോ ഒത്തിരി ലാഭം. നമ്മുടെ വീഡിയോ റേഞ്ചിന്റെ വിഷയം മൂലം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് പഠിച്ചു, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു. ഇനി അടുത്ത കോസ്റ്റ് ഒബ്ജക്ട്. കോസ്റ്റ് ഒബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ഫോർ വിച്ച് കോസ്റ്റ് ഇസ് അസൈൻഡ്. കോസ്റ്റ് അസൈൻ ചെയ്യുന്ന എന്തിനേയും നമുക്ക് കോസ്റ്റ് ഒബ്ജക്ട് എന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പം എന്താണ് ഈ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി കോസ്റ്റ് അസൈൻ ചെയ്തു, അത് കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇറ്റ് മീൻസ് എന്താവാം? ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു സർവീസ് ആവാം, ഒരു പ്രൊജക്റ്റ് ആവാം, അതുപോലെ ഒരു ആക്ടിവിറ്റി ആവാം, ഒരു കോൺടാക്ട് ആവാം, അതേപോലെ കോസ്റ്റ് സെന്റർ ആവാം, കസ്റ്റമർ ആവാം, പ്രോസസ് ആവാം, എന്തും ആവാം. അപ്പൊ എന്താണ്? എന്തിനാണ് കോസ്റ്റ് അസറ്റ് ചെയ്യുന്നത്? എനിത്തിങ് ഫോർ കോസ്റ്റ് അസൈൻഡ്, എനിത്തിങ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസൈൻഡ്, അതിനെയാണ് നമ്മൾ എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് സെന്റർ എന്താ? കോസ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ അറ്റ് ദ ബോർഡർ ലെവൽ നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് സെന്റർ എന്ന്. ഓക്കെ, അപ്പൊ എന്താ മക്കളെ കോസ്റ്റ് ഒബ്ജക്റ്റ്? എനിത്തിങ് ഫോർ വിച്ച് അസൈൻമെന്റ് ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ എനിത്തിങ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസൈൻഡ്, കോസ്റ്റ് അസൈൻ ചെയ്തേക്കണേ. എന്തും ആവാം. ഇറ്റ് മേ ബി എന്താവാം? പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്താവാം? ആക്ടിവിറ്റി ആവാം, കോൺടാക്ട് ആവാം, കോസ്റ്റ് സെന്റർ ആവാം, കസ്റ്റമർ ആവാം, അതുപോലെ തന്നെ പ്രൊജക്റ്റ് ആവാം. കോസ്റ്റ് സെന്റർ കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് സെന്റർ. കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് അറ്റ് ദ ബോർഡർ ലെവലാണ് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാവിംഗ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് മെഷർ ആൻഡ് എക്സാമ്പിൾ. ഇനി അടുത്ത കോസ്റ്റ് യൂണിറ്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? കോസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ ദ ഇൻഡസ്ട്രി. ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കോ അല്ലെ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ യൂസ് ചെയ്യുന്ന യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുപ്പി വെള്ളത്തിൽ നമുക്ക് എടുക്കുന്ന പെർ ലിറ്ററിൽ എടുക്കണേ, അത് യൂണിറ്റ് ആണ്. നമുക്കറിയാം കോസ്റ്റ് യൂണിറ്റ് എന്ന രണ്ട് രീതികളാണുള്ളത്. സിംഗിൾ യൂണിറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് യൂണിറ്റ് ഉണ്ട്. സിംഗിൾ യൂണിറ്റ് പറഞ്ഞാൽ പെർ കിലോഗ്രാം, പെർ കിലോമീറ്റർ, പെർ ലിറ്റർ, പെർ റൂം, പെർ ഡേ, ഇങ്ങനെ ഓരോന്ന് വരും. കോമ്പോസിറ്റിന് വെച്ച് കഴിഞ്ഞാൽ റൂം പെർ ഡേ, ഒരു റൂമിന് ഇത്ര ദിവസത്തേക്ക്. പേഷ്യന്റ് പെർ ഡേ, ഒരു പേഷ്യന്റ് ഇത്ര ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ ഒരു എമൗണ്ട്.
അതുപോലെ തന്നെ പാസഞ്ചർ പാസഞ്ചർ പെർ കിലോമീറ്റർ, ഒരു പാസഞ്ചറിന് ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ, ഇങ്ങനെ അതൊരു കോമ്പോസിറ്റ് ആയിരിക്കും. 2 യൂണിറ്റോടെ ഉണ്ടാവും. സിംഗിൾ ആകുമ്പോൾ ഒറ്റ യൂണിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് കോസ്റ്റ്. ഇൻഡസ്ട്രിയൽ സെക്ടർ ഏതൊക്കെയാ? പവറിന്റെ സെറ്റിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഗാവാട്ട്, കിലോ വാട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിമിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? മെട്രിക്സ് ടെൻസിന്റെ ബേസ് ആയിരിക്കും, ഇത്ര ടെൻസ് ആണ്. ഓട്ടോമൊബൈലിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾ എത്രയാണെന്നായിരിക്കും. ഓയിൽ ആണെങ്കിൽ നമുക്ക് ബാരൽ ലിറ്റർ, ആ ഒരു കണക്കാണ്. ഹോട്ടൽ റൂമിനാണ് റൂം പെർ ഡേ ആണ്, റൂം ഡേയ്സ് ആണ്. ഹോസ്പിറ്റലിന് പേഷ്യന്റ് ഡേയ്സ് ആണ്. ട്രാൻസ്പോർട്ടേഷന് നമുക്ക് പാസഞ്ചർ കിലോമീറ്റർ അങ്ങനെ വരും കേട്ടോ. നിങ്ങൾ ടെസ്റ്റിൽ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഒരു മിനിറ്റ്. ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് നമുക്ക് 6 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് എന്തിനൊക്കെ ബേസ്ഡ് ആണ്? ബൈ നേച്ചർ ഓർ എലമെന്റ്. ബൈ നേച്ചർ ഓർ എലമെന്റിന്റെ ബേസിസ് വരും, ബൈ ഫങ്ഷണാലിറ്റിയുടെ ബേസിൽ വരും, ബൈ നോർമാലിറ്റിയുടെ ബേസിൽ വരും, ബൈ കൺട്രോളബിലിറ്റിയുടെ ബേസിൽ വരും, അതുപോലെ തന്നെ ബൈ ബിഹേവിയറിന്റെ ബേസിൽ വരും, അതുപോലെ തന്നെ ബൈ കോസ്റ്റ് ഫോർ മാനേജർ ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനെ 6 രീതിയിലാണ് വരിക. ഓക്കെ, ആ രീതിയിൽ കൺട്രോളബിലിറ്റിയുടെ ബേസിലാണെങ്കിൽ നമുക്ക് കൺട്രോളബിൾ കോസ്റ്റ് ഉണ്ട്, അൺകൺട്രോളബിൾ കോസ്റ്റ് ഉണ്ട്. നോർമാലിറ്റിയുടെ ബേസിലാണെങ്കിൽ നോർമൽ കോസ്റ്റും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. ഓക്കെ, ആ ഒരു ബേസിസിൽ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ നമ്മള് എന്താണ് ഓൺ ദി ബേസ് ഓഫ് ബിഹേവിയർ പറയാൻ നമുക്ക് 3 തരത്തിലുള്ള എന്താ? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. എന്തൊക്കെയാണ്? ബിഹേവിയറിന്റെ ബേസിൽ വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. ഓർപ്പാണല്ലോ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഡയറക്ട്ലി വേരി വിത്ത് ദ വോളിയം ഓഫ് ദ പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി സെയിൽ. ഓക്കെ, എടുത്താൽ അപ്പം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ആവും, വ്യത്യാസം വരും. എന്താ? എത്ര ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ വേരിയബിൾ കോസ്റ്റ് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പെർ യൂണിറ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല, പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. എന്നാൽ ബാച്ച് ലെവൽ നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും, വ്യത്യാസം വരും. അതാണ് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് ഡയറക്ട്ലി വേരി വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഓർ സെയിൽസ് അങ്ങനെ ഇടാം. ഓക്കെ, പ്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ ഇടാം, വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി നമുക്ക് ഇടാം. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്താണ് മനസ്സിലായി? It is a cost for which directly vary with the volume of production or level of activity. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്താ? does not vary with എന്താണ്? vary with എന്ത് ചെയ്യില്ല, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ്. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ഫിക്സഡ് ആയിരിക്കും, എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും. അപ്പം പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റ് വേരി ചെയ്യും. ബാച്ച് വരുമ്പോ ഒന്നിച്ച് വരുമ്പോൾ വേരി ചെയ്യില്ല. വേരിയബിൾ കോസ്റ്റോ ഒന്നിച്ച് വന്നാൽ വേരി ചെയ്യും, സെപ്പറേറ്റ് ഓരോന്നെടുത്താൽ വേരി ചെയ്യില്ല. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഇനി എന്താ മക്കളെ? സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് വെച്ചാൽ ഒന്നുമില്ല മക്കളെ, ഈ 2 ടൈംസ് ഉണ്ടാവും. വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഇത് 2 കമ്പൗണ്ട് ഉള്ളതാണ് എന്ത് പറയുന്നത്? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് കോസ്റ്റ് ഫോർ വിച്ച് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് കമ്പൗണ്ട്സ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അതാണ് ഇലക്ട്രിസിറ്റി ബില്ല്. കാരണം നമുക്ക് കറണ്ട് എത്ര യൂസ് ചെയ്താലും നമുക്കൊരു മീറ്റർ റേഞ്ച് ഉണ്ടാവും, അത് ഫിക്സഡ് ആണ്, മാറ്റമില്ലാതെ എപ്പോഴും നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് അനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ 2 കമ്പൗണ്ട് ഉണ്ടല്ലോ. അങ്ങനെ തന്നെ വാട്ടർ ബില്ലും അങ്ങനെ ഉണ്ടല്ലേ. വാട്ടർ ബില്ല് എനിക്ക് തോന്നുന്നത് നമ്മൾ യൂസ് ചെയ്താലില്ലെങ്കിൽ ഒരു നിശ്ചയ എമൗണ്ട് അടിക്കണം, പിന്നെ യൂസ് ചെയ്യുന്നതനുസരിച്ച് എമൗണ്ട് കൂടും. ഓക്കെ, കൂടും കുറയൊക്കെ ചെയ്യും. ഇത്രയാണ് നമുക്ക് ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ പറയുന്നത്. ഇനി ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓർ എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് ഉള്ളത് മക്കളെ. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. എന്തൊക്കെയാണ്? ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ഏത് കാണിക്കാൻ വേണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യും. കൺട്രോളില്ലെങ്കിൽ പോലും നിർബന്ധമായിട്ട് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ ഫ്യൂച്ചറിൽ ക്ലാസ് നന്നാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു സീരീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 2 തരം കോസ്റ്റ് ആണെന്നുള്ളത് പഠിച്ചത്. എന്തിന്റെ ബേസില? നാച്ചുറിന്റെ ബേസില അല്ലെ എലിമെന്റിന്റെ ബേസില? അപ്പം ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് വീണ്ടും 3 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്?
ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്. എന്തൊക്കെയാ മക്കളെ? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയുമോ? പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പൊ പ്രൈം കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഡയറക്ട് മെറ്റീരിയൽ പ്ലസ് ഡയറക്ട് ലേബർ പ്ലസ് ഡയറക്ട് എക്സ്പെൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇൻഡയറക്ട് കോസ്റ്റ് പഠിച്ചില്ലേ നമ്മൾ? ഇൻഡയറക്ട് കോസ്റ്റിനെ വീണ്ടും നമുക്ക് തിരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ്. ഇതിനെ ഇൻഡയറക്ട് കോസ്റ്റ് നമുക്ക് വിളിക്കുന്ന പേര് എന്താ പറയുക? കളക്റ്റീവായിട്ട് ഓവർ ഹെഡ്സ് ആണ് വിളിക്കുന്നത്. എന്താണ്? ഓവർ ഹെഡ്സ്. ഓക്കെ. പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെമി വേരിയബിൾ. രണ്ടും ഉണ്ട്. എന്താ? വേരിയബിൾ കമ്പൗണ്ടും ഉണ്ട്, ഫിക്സഡ് കമ്പൗണ്ട് ഉണ്ട്. പക്ഷെ നോർമലി എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓവർ ഹെഡ്സിന് തന്നെ നോർമലി മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ട് മെറ്റീരിയൽ വെച്ച് നമുക്കറിയാം മക്കളെ, നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന് ഡയറക്ട്ലി എന്ന് വെച്ചാൽ നേരിട്ട് ആ പ്രോഡക്റ്റിൽ വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ല മെറ്റീരിയലിന് ആണ് പറയുന്നത്. അതെന്താവും? അത് ഡയറക്ട്ലി ആ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓക്കെ. മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ഡയറക്ട്ലി ഐഡന്റിഫൈ ഓർ ആട്രിബ്യൂട്ടഡ് ഓർ അലോക്കേറ്റ് ടു ദ കോസ്റ്റ് ഒബ്ജക്ട്. ആ കോസ്റ്റ് ഒബ്ജക്റ്റിന് ഡയറക്ട്ലി ആയിട്ട് ആട്രിബ്യൂട്ടോ ഐഡന്റിഫൈയോ അല്ലെങ്കിൽ അലോക്കേറ്റോ ചെയ്യുന്ന മെറ്റീരിയലിന് വരുന്ന കോസ്റ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ വിച്ച് ആർ എന്താണ്? പ്രസന്റ് ഇൻ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ എന്തുണ്ടാവും? ആ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അപ്പം ഇൻഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ല, അതപ്പോ എന്തായിരിക്കും? ഇൻഡയറക്ട് വരുമ്പോൾ മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് ഡയറക്ട്ലി attributed or identify or allocated in the cost object. കോസ്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഉണ്ടാവില്ല. അത് ഇൻഡയറക്ട് മെറ്റീരിയൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ വേസ്റ്റ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം കോട്ടൺ വേസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇൻഡയറക്റ്റ് ആയ മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും. ഇപ്പൊ കയ്യിൽ എന്തെങ്കിലും ചെളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ തുടയ്ക്കാനായിട്ട് മെഷീൻസ് കൂടി വന്നതൊക്കെ തുടയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇതിന് ചെലവുണ്ടാവുമല്ലോ. അത് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വെച്ചാൽ ലാസ്റ്റ് ഇതിൽ നമുക്ക് ഉണ്ടായിരിക്കും ഇല്ല അല്ലെ? പക്ഷെ അതിന്റെ കോസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആവണ്ടേ? ഇൻക്ലൂഡ് ആവും. അതാണ് ഇൻഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് മെറ്റീരിയലും. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ഇൻഡയറക്ട് കോസ്റ്റ്. ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഓവർ ഹെഡ്സ് എന്നാണ് പറയുന്നത്. വേരിയബിളും ഫിക്സഡും വരാം. നോർമൽ എന്താണ്? ഫിക്സഡ് ആണ്. ഓക്കെ. അപ്പം ഇൻഡയറക്ട് മെറ്റീരിയൽ പറഞ്ഞല്ലേ, എന്താണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ നമുക്ക് ആ മെറ്റീരിയൽ ഉണ്ടാവില്ല. കോട്ടൺ വേസ്റ്റ് ഒന്നും ഇൻഡയറക്ട് ആയത് ഉണ്ടാവില്ല. ഇപ്പം റൂബറിക്കൻസ് അതൊക്കെ എന്താണ്? നിർബന്ധമായ ഫിനിഷ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന നിർബന്ധമൊന്നും ഇല്ല. ഇനി ഇൻഡയറക്ട് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇല്ല. ഡയറക്ട് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി എടുത്തേക്കണം. ഇൻഡയറക്ട് ലേബർ എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല. അപ്പൊ സൂപ്പർവൈസർ നമ്മൾ കൊടുക്കുന്ന സാലറി ഒക്കെ ഇൻഡയറക്റ്റ് ആണ്. കാരണം അത് ആ ഒരു പർട്ടിക്കുലറിന് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാത്തിനും കൂടി ആയിരിക്കില്ലേ. അപ്പം ഇൻഡയറക്റ്റ് ആയിരിക്കും. സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും കൊടുക്കുന്നത്, ആ ഒരു സ്ഥാപനത്തിന് ഫുൾ ആയിട്ട്. അപ്പം അതിന് കൊടുക്കുന്ന ലേബൽ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കോസ്റ്റ് ഓഫ് ലേബർ വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു കോസ്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റുമായിട്ട്, കോസ്റ്റ് ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്കറിയാം നമ്മൾ എന്തിനാണോ കോസ്റ്റ് അസൈൻ ചെയ്തേക്കണേ അതിനാണ് കോസ്റ്റ് ഒബ്ജക്റ്റിന് പറയുന്നത്. അപ്പൊ ആ കോസ്റ്റ് ഒബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ട് അതിലോട്ട് വരുന്ന കോസ്റ്റ് എല്ലാം, അതിന് പർട്ടിക്കുലർ വരുന്ന കോസ്റ്റ് എല്ലാം ഡയറക്റ്റ് കോസ്റ്റും, അതിന് ഉണ്ടാക്കാൻ വേണ്ടി അതിന് അത് അനുബന്ധമല്ല എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയ ഫിനിഷ് പ്രൊഡക്റ്റിൽ കാണുന്നില്ല, അതിനെയാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സ്പെൻസ് ആയാലും ലേബർ ആയാലും മറ്റേ മെറ്റീരിയൽ ആയാലും എല്ലാം ഇങ്ങനെ തന്നെയൊക്കെ വരും. ഓക്കെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വെച്ചാൽ എക്സ്പെൻസ് അതർ ദാൻ എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് എക്സ്പെൻസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് കോസ്റ്റും അല്ലാത്തതും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അല്ലാത്തതും ഇൻഡയറക്റ്റ് ലേബറും അല്ലാത്തതായ എല്ലാ കോസ്റ്റും എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താ? അപ്പം ഡയറക്റ്റ് കോസ്റ്റും അല്ലാത്തതും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്ത ഇൻഡയറക്റ്റ് ലേബർ. കാരണം ഇത് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് അതർ ദാൻ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. They cannot be directly attributed to the cost object. Cost object ആയിട്ട് എന്താണ്? ഇപ്പം ഫാക്ടറി റെന്റ്, ബിൽഡിങ്ങിന് ഫാക്ടറി റെന്റ് കൊടുക്കുന്നു. അത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും, മൊത്തത്തിൽ അതിന് വേണ്ടിയല്ലേ. അത് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ആയാലും 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ആയാലും 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ആയാലും നമുക്ക് ഉണ്ടാവും. അത് മാത്രമല്ല കറണ്ട് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എന്ത് ചെയ്യും മൊത്തത്തിൽ പറഞ്ഞാണ്. ഇപ്പൊ ഓവർഹെഡ്സിന്റെ കൂട്ടാൻ പറഞ്ഞാൽ നമുക്ക് ഓവർഹെഡ്സ് എങ്ങനെയാ കൂട്ടാനെ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. ഇത്ര പഠിച്ചെന്ന് വിചാരിക്കും. ഇനി ഓവർഹെഡ്സിനെ 4 ആയിട്ട് നമുക്ക് തിരിക്കാം. എത്ര ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള? 4 ആയിട്ട് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താ? ഇൻഡയറക്റ്റ്
ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പൊട്ടൻഷ്യൽ അല്ലെ, പൊട്ടൻഷ്യൽ ഓവർഹെഡ് ആണ്. പൊട്ടൻഷ്യൽ ഓവർഹെഡ്, പൊട്ടൻഷ്യൽ ഓവർഹെഡ്സിന് മറ്റു പേര് പറയുന്നത് ഓപ്പറേഷൻ ഓവർഹെഡ്, വർക്ക് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇങ്ങനെ 4 പേരുകൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇൻഡയറക്ട് കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് പറയുന്നത്. പ്രൊഡക്ഷന് വേണ്ടി ഇൻവോൾവ് ആവുന്ന ഇൻഡയറക്ട് കോസ്റ്റിനെയാണ് നമ്മൾ എന്താ, അല്ലെ പ്രൊഡക്റ്റോ സർവീസോ അതിന് ഇൻവോൾവ് ആവുന്ന പ്രൊഡക്ഷന്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് അതാണ് പൊട്ടൻഷ്യൽ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലെ. ഇൻഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേരാണ് ഓവർഹെഡ്സ് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യന് വേണ്ടി ഉണ്ടായ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതാണ് എന്താ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതല്ലാതെ മൊത്തത്തിലുള്ള വേറെ. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സാധനം വിൽക്കാൻ വേണ്ടി ഇപ്പൊ മാർക്കറ്റിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞ സെല്ലിംഗ് ഓവർഹെഡ്സ് ആണ് അല്ലെ. എന്താണ്, ഇൻഡയറക്ട് കോസ്റ്റ് incurred for marketing of a product or service. Indirect cost incurred for marketing of a product or service. അതാണ് സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് വെച്ചാൽ എന്താണ്, indirect cost incurred for dispatch of the product or service ആണ്. ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി, അതിന് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് റിസർച്ച് ഓവർഹെഡ് ആണ്. എന്താണ്, റിസർച്ച് ഓവർഹെഡ് ആണ്. റിസർച്ച് ഓവർഹെഡ് എന്ന് വെച്ചാൽ നമുക്ക് കറണ്ടിലുള്ള ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്, അതിന് വേണ്ടി റിസർച്ച് നടത്തുന്ന എക്സ്പെൻസ്. രണ്ടെന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എക്സ്പെൻസ്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഇപ്പൊ ഒരു റിസർച്ച് ഫൈൻഡിങ്ങിന് വേണ്ടി നമുക്കുള്ള. ഇപ്പൊ നമ്മൾ പറയും കോസ്റ്റ് ഫോർ അണ്ടർടേക്കിംഗ് റിസർച്ച് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. എന്താണ്, കോസ്റ്റ് ഫോർ അണ്ടർടേക്കിംഗ് റിസർച്ച് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്. രണ്ടെന്ന് പറയുന്നത് കോസ്റ്റ് ഫോർ ഡെവലപ്പിംഗ് എ ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. മൂന്ന് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻകർഡ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്ങിന് വേണ്ടി. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ടൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു കോസ്റ്റ് ഷീറ്റ്. ഒരു മിനിറ്റ്. കോസ്റ്റ് ഷീറ്റ് ലൈൻ ഒന്ന് സെയിം ആയിരിക്കും കേട്ടോ. ഇതെന്താണ് മക്കളെ, കോസ്റ്റ് ഷീറ്റ് ആണ് അല്ലേ. സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് വിത്തൗട്ട് കൺസൈഡിങ് സ്റ്റോക്ക് കൺസൈഡ് ചെയ്യാതെയുള്ള കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെയാണല്ലോ മക്കളെ, മോളത്തെ പോലത്തെ പർട്ടിക്കുലർ ചെയ്തു. പർട്ടിക്കുലർ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് ചെയ്തു. നമുക്കറിയാം നമ്മൾ ആദ്യമേ എന്താണ്, ഡയറക്റ്റ് ആണ് എഴുതുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് ആദ്യം ഏതാ, ഡയറക്റ്റ് മെറ്റീരിയൽ. ഞാൻ ഡി എം ഇടുന്നത് ഏതായാലും. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, അടുത്ത ഡയറക്റ്റ് ലേബർ, അവിടെ ഒരു എമൗണ്ട് ഉണ്ടാവും. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ്, അവിടെ എന്താ ഉണ്ടാവും, ഒരു എമൗണ്ട് ഉണ്ടാവും. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് എന്താണ് മക്കളെ, പ്രൈം കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മൂന്നോട് കൂട്ടുന്നതാണ് പറഞ്ഞു. അതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി അല്ലെ. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. എന്താ ആഡ് ചെയ്യാതെ, ആഡ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ആണ് പി ഡി എന്നാണ്. പൊട്ടൻഷ്യൽ ഓവർഹെഡ്, പൊട്ടൻഷ്യൽ ഓവർഹെഡ് ഇടുന്നു. എത്ര, ആ ഒരു എമൗണ്ട് ഇടുന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ കോസ്റ്റ് കിട്ടും അല്ലെ. ഇവിടെ പൊട്ടൻഷ്യൽ എഴുതുന്നത്, പൊട്ടൻഷ്യൽ കോസ്റ്റ് കിട്ടും. പൊട്ടൻഷ്യൽ കോസ്റ്റ്
പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടി. ഇനി പറയുന്ന ബാക്കി പോകും കേട്ടോ. മാറിപ്പോയി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? പ്രൊട്ടക്ഷൻ കോസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുവാണ് അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു. ആദ്യമേ നമ്മൾ എന്താണ് വേരിയബിൾ ആയിട്ടുള്ള അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു എന്താണ്? പൊട്ടൻഷ്യൽ റിലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അന്നേരം നമുക്ക് എന്തിട്ടറിയോ? കോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യന് മൊത്തം ഇപ്പൊ എത്ര ചെലവായി എന്നുള്ള കാര്യം കിട്ടി അല്ലേ? ഇത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ പറഞ്ഞ് ഇത്ര കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത ആഡ് ചെയ്യണം. അടുത്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അതൊരു എമൗണ്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ആ പേജ് ഒന്ന് പോയതാണ്, വരും. ഓക്കെ, നമ്മൾ വരച്ചിട്ട് പോയില്ലേ? അല്ലല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ നമ്മൾ വരയ്ക്കണേ? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അതിന്റെ ഒരു എമൗണ്ട് എഴുതി. പിന്നെ നമുക്ക് ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അതൊരു എമൗണ്ട് എഴുതി. ഇത്ര നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറിയോ? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. കാണത്തില്ല മക്കളെ? കാണാം. കാണാം. അടുത്ത വരുമ്പോ ബാക്കി വരയ്ക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഡ് ചെയ്യും. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ആഡ് ചെയ്തു. പ്രോഫിറ്റ് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? സെയിൽ വാല്യൂ കിട്ടി അല്ലേ? ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. ഡയറക്റ്റ് മെറ്റീരിയൽ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചു? ഡയറക്റ്റ് ലേബർ പഠിച്ചു. ഡയറക്റ്റ് ലേബറിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടി. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്രൊഡക്ഷൻ ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. പിന്നെ എന്ത് കിട്ടി? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. അതിന്റെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇതാണ് സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത തന്നെ പറയുന്നത് പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു കോസ്റ്റ് ആൻഡ് സെയിൽ. കോസ്റ്റ് ആൻഡ് സെയിലിന് നമുക്ക് എന്താണ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിലും ഇത് വേണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് അടുത്ത ടോപ്പിക്ക്? പ്രോഫിറ്റ് റിലേഷൻ ടു കോസ്റ്റ് ആൻഡ് സെയിൽ. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം, സെയിൽ എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? ഇതിന്റെ അങ്ങോട്ട് കോസ്റ്റ് ഈക്വൽ ടു വെച്ചാൽ കോസ്റ്റ് വെച്ചാൽ എന്താ? സെയിൽ വാല്യൂവിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ് എന്താ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒന്നുമില്ല, എന്താ സെയിലിൽ നിന്ന് കോസ്റ്റ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് തന്നു എന്ന് വിചാരിക്കാം. കോസ്റ്റ് തന്നു, ഉദാഹരണത്തിന് 100. ഇനി നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ കോസ്റ്റിനാണ് പറഞ്ഞത്. 20% ഓൺ കോസ്റ്റ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സെയിൽ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് പ്രോഫിറ്റ് ആസ് പെർസെന്റേജ് ഓഫ് സെയിൽ. സെയിലിന് മുകളിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞ 100 ആണല്ലോ, സെയിൽ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞ കോസ്റ്റിന്റെ മുകളിലാണ് ഇവർ പറഞ്ഞേക്കണ ഈ വാല്യൂ ആണല്ലോ. അപ്പൊ നമുക്ക് സിമ്പിളി എന്ത് ചെയ്താൽ മതി, 100 × 20% അടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 100 × 20 അടിച്ചു കഴിഞ്ഞാൽ 20% വരിക. അപ്പൊ എന്താണ് 20 എഴുതി അല്ലെ. അപ്പം സെയിൽ വാല്യൂ എന്ന് പറഞ്ഞ എന്താ മക്കളെ, 100 + 20 അല്ലേ. അതെങ്ങനെ 100 + 20? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ സെയില്, അപ്പൊ 120. ഓക്കെ, കിട്ടി. ഇനി ക്വസ്റ്റ്യൻ 2 നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആസ് പെർസെന്റേജ് ഓഫ് സെയിൽ. അത് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100 ചെയ്താണ്. പ്രോഫിറ്റ് ഇവിടെ എത്രയാ 20, സെയിൽ വാല്യൂ 120 ഇൻറ്റു 100 ചെയ്താൽ വാല്യൂ കിട്ടും. എത്ര നോക്കിയേ, 20 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 വാല്യൂ കിട്ടുക 16.67 എന്ന് കിട്ടും. പെർസെന്റേജ് 16.67% ആണ് പ്രോഫിറ്റ് ആസ് പെർസെന്റേജ് ഓഫ് സെയിൽ. ഇനി ഇതേ സമയം ഇവിടെ പെർസെന്റേജ് ഓഫ് കോസ്റ്റ് ചോദിച്ചെങ്കിലോ, ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ചോദിച്ചെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇടും. എന്താണ് ചോദിക്കുന്നത് അത് ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്ത് ഇൻറ്റു 100 ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, ഈ ചോദ്യത്തിന് ഇതാണ് വരിക. ഇനി ഇത് തന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വരാം, സെയിൽ റിലേറ്റഡ് ആയിട്ട് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂസ് വരാം. പ്രോഫിറ്റ് 20% ഓൺ സെയിൽ ചോദിച്ചൊക്കെ ഈ ചോദ്യം തന്നെ ഓരോ രീതി വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മറ്റുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിന് നമുക്ക് ഓഫ് ചെയ്യാവേ. ഓക്കെ, അപ്പം എന്താണ് മറ്റുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്? അത് ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഒന്നുമില്ല, പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്സ്. മനസ്സിലായോ? പ്രൈം കോസ്റ്റ് പ്ലസ് എന്താണ് വേരിയബിൾ ഓവർ ഹെഡ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് കിട്ടി. ഇത് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. മൊത്തം വേരിയബിൾ കോസ്റ്റ് എത്രയുണ്ടോ അതിന്റെ ടോട്ടൽ ആണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റീവ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്സ്. അപ്പം അത് ഇച്ചിരി ഡിഫൈൻ ചെയ്താൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്സ്. അതാണ് എന്താ മാർജിനൽ കോസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ പഠിച്ചേ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻക്രിമെന്റൽ ആവാം ഡിസ്ക്രിമെന്റൽ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 10,000 യൂണിറ്റിന് 50,000 രൂപ ചെലവായി, അതൊരു 20,000 യൂണിറ്റ് ആയപ്പോൾ നമുക്ക് 77,000 രൂപ ചെലവായെങ്കിൽ ആ 10,000 യൂണിറ്റിനുള്ള ഉണ്ടായ പർട്ടിക്കുലർ എമൗണ്ട് എത്രയാണ്? അപ്പൊ എത്രയാണ്? 50 - 75 - 25,000. ആ 25,000 രൂപയാണ് എന്ത് നമ്മുടെ ഇൻക്രിമെന്റൽ കോസ്റ്റ്. അത് ഡിഫറൻഷ്യൽ കോസ്റ്റ് രണ്ട് തരമുള്ള, ഇൻക്രിമെന്റൽ കോസ്റ്റും ഡിസ്ക്രിമെന്റൽ. ഇൻക്രിമെന്റ് വെച്ചാൽ കൂടുതലായിരിക്കും, ഡിഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും കേട്ടോ. പിന്നെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ടെസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് റിവിഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം 100 പ്രൊഡക്റ്റിന് 50 രൂപയാണ്. ഞാൻ 101ാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി 55 വിചാരിക്കുക, 55. അന്നേരം അതിനടുത്തെ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര മക്കളെ? 5 വെറും 5 രൂപ. കാരണം ആ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റിന് ഉണ്ടായ ചിലവ്. ആ 100 150ാമത്തെ 50 പ്രൊഡക്റ്റ് ഉണ്ടായെങ്കിൽ 50 പ്രൊഡക്റ്റിന് എത്രയാണ് എക്സ്ട്രാ ഉണ്ടായത്, ആ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ, നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ട്. 10,000 രൂപ ഉള്ളപ്പം അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 1,00,000 ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് നോക്കാം. ഒന്ന് നമുക്ക് കൈ വെക്കാം, രണ്ട് നമുക്ക് ബാങ്കിൽ ഇടാം. നമ്മൾ സെലക്ട് ചെയ്ത് കൈ വെക്കാണ്. പക്ഷെ അത് ബാങ്കിൽ ഇടുകയാണെങ്കിൽ എനിക്ക് ബാങ്കിൽ 10% പലിശ എന്ന് വിചാരിക്കാം, 5% പലിശ എന്ന് വിചാരിക്കാം.
അപ്പം 1,05,000 നമുക്ക് പലിശ എടുക്കേണ്ടതാണ് അല്ലേ? 5000 കോസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ വിച്ച് ഇസ് ഗീവ് അപ്പ്. നമുക്ക് വേണ്ട എന്ന് നമ്മൾ വെച്ച് വിചാരിച്ച ആ ഗീവ് അപ്പ് ചെയ്ത ഓപ്ഷനിൽ ഉണ്ടാവുന്ന കോസ്റ്റ്. വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗീവൻ ബൈ ദ അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ സ്ട്രാറ്റജി. ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കുണ്ടായ ചെലവാണത് അല്ലെ? നമ്മൾ ബാങ്ക് ഇടുവാൻ നമുക്ക് 5000 രൂപ കിട്ടൂലായിരുന്നോ? അതുകൊണ്ട്. പിന്നെ നാലാമത്തെ എന്ന് വെച്ചാൽ ഇൻപുട്ടഡ് കോസ്റ്റ്, IMPUTED കോസ്റ്റ്. ശരിക്കും പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നോവേഷൻ കോസ്റ്റ് എന്ന് പറയും. നമ്മൾ അസ്യൂം ചെയ്യുന്ന കോസ്റ്റ് ആണ്. അത് എന്താണ്? അസ്യൂംഡ് കോസ്റ്റ് ആണ്. എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്, നൊയേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അസ്യൂംഡ് കോസ്റ്റ് ആണ് എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എന്തില്ല അങ്ങനെയുള്ള ചെലവ്, അങ്ങനത്തെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവില്ല അവിടെ ശരിക്കും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ എന്റെ സ്വന്തം ബിൽഡിംഗ് ആണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഒരു റെന്റ് ആയിട്ടൊരു 1000 രൂപ അല്ലെ 2000 രൂപ കാണിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്റെ കോസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യും. കാരണം ഞാൻ വേറൊരാളുടെ ബിൽഡിങ്ങിനായി ഞാൻ എന്തായാലും ഈ കോസ്റ്റ് ഉണ്ടാവേണ്ടതല്ല, അപ്പൊ ഞാൻ ആ കോസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. ഒരു നൊയേഷൻ, ശരിക്കും ഒരു ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്ത് അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടെന്നാണ്. അടുത്ത കഴിഞ്ഞാൽ സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് SUNK കോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. മുമ്പുണ്ടായ സമയത്തുണ്ടായ കോസ്റ്റ് ആണ്, ഇൻകേർഡ് ആയ കോസ്റ്റ് ആണ്, അതാണ് സങ്ക് കോസ്റ്റ്. അടുത്ത നോർമൽ കോസ്റ്റ് ഓർ ലോസ് അല്ലെങ്കിൽ അൺനോർമൽ കോസ്റ്റ് ഓർ ലോസ്. ഇത് വെച്ച് നമുക്ക് രണ്ടും ഒന്നിച്ച് നോക്കാം. ഇത് അൺനോർമൽ, ഇത് നോർമൽ ആണ് വിചാരിക്കാം. അൺനോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നും നടക്കുന്ന നിർബന്ധമില്ല. ഓക്കെ, നോൺ റിക്കറിങ് ആണ്, ഇറഗുലർ ആണ്, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ നടന്നതാണ്, അവോയ്ഡബിൾ ആണ് അല്ലെ? എന്താണ്? അവോയ്ഡബിൾ കോസ്റ്റ് ആണ് അബ്നോർമൽ. നമ്മളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നെ, ഒരു വണ്ടിയിൽ നമ്മൾ എന്ത് കൊള്ളനെ ചില്ല് മാത്രം കൊണ്ട് പോകുന്നു. ഓക്കെ, പെട്ടെന്ന് വണ്ടി കൂട്ടിയിടിച്ചപ്പോ എന്ത് സംഭവിച്ചു? ചില്ലെല്ലാം, വണ്ടി എല്ലാം പോയി, ഉണ്ടായിരുന്ന ചില്ലെല്ലാം നഷ്ടമായി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇത് നമുക്ക് ഒന്നുകൂടെ വണ്ടി ശ്രദ്ധിച്ച് ഓടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആ കോസ്റ്റ് ഉണ്ടാക്കാതിരിക്കായിരുന്നു അല്ലെ? അതുകൊണ്ട് അതെന്താണ്, അൺഅവോയ്ഡ് അല്ല, അവോയ്ഡബിൾ കോസ്റ്റ് ആണ്. അപ്പൊ നോർമൽ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ വണ്ടി യാത്ര പോകുമ്പോൾ എന്താണ് ചില്ലിന് ചെറിയൊരു പോളിലൊക്കെ വന്നു, അതൊക്കെ സ്വാഭാവികമാണ്. അത് റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മിസ്റ്റേക്ക് ആണ്. അതിന് ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഈ വണ്ടി കൂടെ ഒക്കെ പാലൊക്കെ കൊണ്ട് നടക്കൂലേ, അപ്പൊ വണ്ടിയിൽ പാല് തുമ്പിപ്പോവും. ഓക്കെ, കുറച്ചൊക്കെ തുമ്പോ, 1, 2, 3 കുറച്ച് ലിറ്റർ മില്ലി പാലൊക്കെ പോവും. നമുക്ക് എത്ര നോക്കിയാലും അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റിക്കറിംഗ് ആയിരിക്കും, റെഗുലർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും, എക്സ്പെക്റ്റഡ് ആണ്, അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മറ്റേ അൺനോർമൽ ലോസിന്റെ കാര്യത്തിൽ, അൺനോർമൽ കോസ്റ്റിനകത്ത് ഇൻറെഗുലർ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്, അതുപോലെ തന്നെ അവോയ്ഡബിൾ ആണ്, നോൺ റിക്കറിംഗ് ആണ്. ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇത്ര പഠിച്ചോടെ നമുക്ക് എന്തേ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ചാപ്റ്റർ എന്തായി? കംപ്ലീറ്റ് ആയി. ഇനി പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് കുറച്ചാണ്. അത് നിങ്ങൾ നോക്കാൻ, നമ്മൾ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ. ഡേ 1 സീരിയസ്ലി ഇതേ ഉള്ളൂ, ഈ വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്നെ കാണണമെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാസ്സിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ ഒരു രീതിയിൽ ക്ലാസ് പോയാൽ മതിയോ എന്ന് നോക്കുക കേട്ടോ. ഇത് എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് കിട്ടില്ല, കാരണം ചില റേഞ്ചിന് പ്രശ്നം വരുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു സ്ഥലത്തിൽ കൂടെ എന്റെ ആക്ഷൻസ് വേറെ സ്ഥലത്തിൽ കൂടെ പോകും. അപ്പൊ നിങ്ങൾക്ക് ആരംഭിച്ചിട്ട് ബോറൊക്കെ അടിക്കും. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ മെയിൻ ലക്ഷ്യം പഠിക്കുക എന്നാണ് അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ഡൗട്ട്സ്, നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണോ വേണ്ടിയോ എന്നും കൂടി ഒന്ന് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു വലിയ ഡിസ്കഷൻ നമുക്കത് നടത്താൻ പറ്റും. കാരണം ഗ്രൂപ്പ് 2 പഠിക്കുന്നവർ അതിൽ കേട്ടോ, ഗ്രൂപ്പ് 2 പഠിക്കുന്നവർ മാത്രം. ബോത്ത് പഠിക്കുന്നവർക്കും കൂടി കയറാം അതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മൾ മേലിൽ ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് 2 ആയിരിക്കും. നിങ്ങൾ ഗ്രൂപ്പ് 1 ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് കൂട്ടുകാരൊക്കെ ചേർന്ന് അത് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാം, ഓരോ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി ഉള്ള ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 67 ദിവസമാണ് ഉള്ളത്. ഓക്കെ, ഈ വീഡിയോ 13-ാം തീയതിയാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.